Hello my dear students, welcome to Eagle Learning. This is me Aslam. നമ്മുടെ ടാൻജൻസ് തൊടുവരൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ A+ ലെവൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് വേഗം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ഇൻ ദ ഫിഗർ ദ സർക്കിൾ വിത്ത് സെന്റർ O. ഒരു ഫിഗർ, ആ ഫിഗറിൽ ഒരു സർക്കിൾ ഉണ്ട്, സെന്റർ O വരുന്ന. പിന്നെ is the x circle of the right triangle ACB. ACB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ എക്സ് സർക്കിൾ ആണ്, അതായത് പുറത്ത് വരുന്ന ഒരു സർക്കിൾ ആണ് ആര്, ഈ കാണുന്ന ഈ സർക്കിൾ എന്ന് പറയുന്ന ആള്. ആൻഡ് PQR are the points where the circle touches the sides of the triangle. എടാ PQR എന്ന് പറയുന്ന പോയിന്റ്സിൽ നമ്മുടെ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ്, AC is equal to 8 cm, CR is equal to 4 cm, BR is equal to 2 cm. ACയുടെ ലെങ്ത് 8 cm, അതുപോലെ CR എന്ന് പറയുന്ന ഈ ലെങ്ത് 4 cm ആണ്, അതുപോലെ BR എന്ന് പറയുന്ന ലെങ്ത് 2 cm ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എടാ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ ഉണ്ട്, ഞാൻ കൃത്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞതുണ്ട്, അതുകൊണ്ട് എന്താക്കാം നമുക്ക് ആൻസറിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കി ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. എടാ ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AQ? AQ എന്ന് പറയുന്ന ആളുടെ ലെങ്ത് കണ്ടുപിടിക്കണം. സിമ്പിൾ ആടാ, ഈ കാണുന്ന മൊത്തം ലെങ്ത് ആണ് AQ. അപ്പൊ നമുക്ക് AQ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ആലോചിച്ചൂടെ, AC പ്ലസ് CQ ചെയ്താൽ എന്ത് കിട്ടും? AQന്റെ ലെങ്ത് കിട്ടും. AC പ്ലസ് CQ. ഈ CQന്റെ അളവ് എന്ന് പറഞ്ഞാൽ CRന്റെ അളവ്. കാരണം എന്താ, C എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും, C എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്നും സർക്കിളിലേക്കുള്ള ടാൻജൻസ് ആണ് ആരൊക്കെ? ഈ കാണുന്ന സർക്കിളിലേക്കുള്ള തൊടുവരകളാണ് ആരൊക്കെ? CR എന്ന് പറയുന്നതും CQ എന്ന് പറയുന്നതും. അപ്പൊ CRഉം CQ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് പറയാം? AC പ്ലസ് CQ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി? AQ കിട്ടി എന്ന് പറയാം. അപ്പൊ ഞാൻ എന്താക്കാൻ പോവാണ്, നേരെ ആൻസർ ചെയ്യാൻ പോവാണ്. A ക്വസ്റ്റ്യനിൽ AQ കണ്ടുപിടിക്കാൻ AQ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? AC പ്ലസ് CQ. ഇതിൽ AC നമുക്കറിയാം എത്രയാണ്? 8 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് CQ കണ്ടുപിടിക്കാം. CQ കണ്ടുപിടിക്കാൻ മക്കളെ ഇതാ ഞാൻ പറഞ്ഞത്, CR 4 സെന്റിമീറ്റർ ആയതുകൊണ്ട് CQ എന്തായിരിക്കും മക്കളെ? 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പം ഞാൻ എഴുതാൻ പോവാണ്, CR is equal to 4 centimeter. Therefore CR is equal to CQ is equal to 4 centimeter. അപ്പോൾ നമുക്ക് AQന്റെ വാല്യൂ എന്ത് കിട്ടി? ACക്ക് നമ്മൾ എന്ത് കൊടുത്തു? 8 സെന്റിമീറ്റർ എന്നും, അതുപോലെ CQന് നമ്മൾ എന്ത് കൊടുത്തു? 4 സെന്റിമീറ്റർ എന്നും നേരെ പോയി കൊടുക്കുന്നു. അപ്പം 8 + 4 which is equal to 12 സെന്റിമീറ്റർ. സിമ്പിൾ ആയിട്ട് എന്താക്കി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി B ക്വസ്റ്റ്യൻ നോക്കാം. B ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? B ക്വസ്റ്റ്യൻ ആണ്, നല്ലോ മനസ്സിലാക്കാം. ഓരോ ക്വസ്റ്റ്യനും നല്ലോ മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാം? ആൻസർ ചെയ്യാം. എടാ B ക്വസ്റ്റ്യൻ നോക്കിക്കേ. B ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ACB? ACB എന്ന് പറയുന്ന ട്രയാങ്കിളുടെ പെരിമീറ്റർ, ചുറ്റളവാണ് ചോദിച്ചുള്ളത്. എടാ ചുറ്റളവ്, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളും എല്ലാ സൈഡ്സിന്റെയും ലെങ്ത് ആഡ് ചെയ്താൽ മതി എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താക്കുന്നു? ചുറ്റളവ് കണ്ടുപിടിക്കാൻ പോകുന്നു. B ക്വസ്റ്റ്യൻ പെരിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്, മലയാളം മീഡിയക്കാർക്ക് വേണ്ടിയിട്ട് ചുറ്റളവ് ഈക്വൽ ടു എല്ലാ സൈഡും, എടാ എല്ലാ വശങ്ങളും എന്ന് പറഞ്ഞാൽ AC നമുക്കറിയാം 8 സെന്റിമീറ്റർ ആണ്, BC നമുക്കറിയാം എത്രയാണ്? 2 + 4 ആണ്. അപ്പോൾ 6 സെന്റിമീറ്റർ ആണ് BC എന്ന് പറയുന്ന ആള്. പക്ഷേ AB എന്ന് പറയുന്ന ആളെ നമുക്കറിയുമോ? തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, AQ എന്ന് പറയുന്ന ആള് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് പോകുന്ന തൊടുവരയാണ്, ടാൻജന്റ് ആണ്. സോ AQന്റെ അതേ ലെങ്ത്തിലായിരിക്കും A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും P എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക്, അതായത് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്ക് സർക്കിളിലേക്ക് പോകുന്ന ആ ടാൻജൻസിന്റെ ലെങ്ത്, ആ ടാൻജന്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ, അപ്പൊ എനിക്ക് എന്ത് പറയാം? AQ is equal to AP. AQ is equal to AP എന്ന് പറഞ്ഞാൽ AQന്റെ ലെങ്ത് എന്താണ്? 12 സെന്റിമീറ്റർ ആണ്. സോ APയുടെ ലെങ്ത് എന്തായിരിക്കും മക്കളെ? 12 സെന്റിമീറ്റർ ആയിരിക്കും. B ക്വസ്റ്റ്യൻ AQ is equal to AP ആണ്. സോ ഞാൻ എന്ത് ചെയ്തു? 12 സെന്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളാരാണ്? AB എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ്. AB എന്ന് പറയുന്ന ലെങ്ത് നല്ലോ നോക്കണേ, നല്ലോ നോക്കിയാൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. AP 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന ലെങ്ത് AP എന്ന് പറയുന്ന ലെങ്ത് നിന്നും BP കുറച്ചാൽ പോരെ? ഈ കാണുന്ന ഈ ചെറിയ ഭാഗം കുറച്ചാൽ പോരെ? ഈ BPയുടെ അളവ് എന്തായിരിക്കും മക്കളെ? BR 2 സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BP എന്തായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇയാൾ എന്തായിരിക്കും? 2 സെന്റിമീറ്റർ. കാരണം എന്താ? B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക്, വൃത്തത്തിലേക്ക് പോകുന്ന 2 ടാൻജൻസ് ആണ് BRഉം BPയും. സോ രണ്ടും ഈക്വൽ ആയിരിക്കും, 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നേരെ പോയിട്ട് അത് ഇരുന്നു. എടാ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിന് ആൻസർ ആകാൻ പോവാണെങ്കിൽ നല്ലോ നോക്കിക്കോ. AB is equal to നമുക്കറിയാം APയിൽ നിന്നും, അതായത് AP എന്ന് പറയുന്ന ഈ വലിയ ലെങ്ത്തിൽ നിന്നും ഈ ചെറിയ BP എന്ന് പറയുന്ന ലെങ്ത് കുറച്ചാൽ മതി. AP മൈനസ്
ബി പി വിച്ച് ഇസ് ഈക്വൽ ടു എ പി 12 സെൻറ്റിമീറ്റർ ആണ്, ബി പി എത്രയാണ് 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. കാരണം എന്താ ബി ആർ ഇസ് ഈക്വൽ ടു ബി പി ഇസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. എ ബി 10 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി പെരിമീറ്റർ ചുറ്റളവ് കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും മക്കളെ? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആയിട്ട് മാറും. എ ബിയുടെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. ബി സിയുടെ ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബി സി എന്താണ് 2 + 4 6 സെൻറ്റിമീറ്റർ. എ സി എത്രയാണ് 8 സെൻറ്റിമീറ്റർ. നേരെ അവിടെ കൊടുക്കുന്നു 6 + 8 വിച്ച് ഇസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ. 10 + 6 + 8 എന്താണ് 24 സെൻറ്റിമീറ്റർ ആണ്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസറും വളരെ സിമ്പിളായിട്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി സി ക്വസ്റ്റ്യൻ ഏരിയ ആണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ് നമ്മളോട് ചോദിക്കുന്നത്. എടാ നോക്കിക്കേ, ഏരിയ പരപ്പളവ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, എ സി ബി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്, ഏരിയ എന്താണ്? എടാ ഏരിയ കാണാൻ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ നമ്മുടെ ബേസ് ആയിട്ട് 8 സെൻറ്റിമീറ്റർ, അതുപോലെ ഹൈറ്റ് ആയിട്ട് ഉയരമായിട്ട് നമുക്ക് ആരെടുക്കാം? ഈ കാണുന്ന ബി സി എന്ന് പറയുന്ന ഈ ലെങ്ത് എടുക്കാം. നമുക്കൊരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? ഹാഫ് ബി എച്ച് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരമാണ് വരുന്നത്. അപ്പം ഞാൻ നേരെ വാല്യൂ കൊടുക്കുന്നു, ഒരു പണിയുമില്ല. ഏരിയ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എന്തായിരുന്നു 8 ആയിരുന്നു. ബി ബേസ് എന്താണ് 8 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു ഹൈറ്റ് എന്താണ് 6 ആണ്. 2ഉം 8ഉം ക്യാൻസലായി 4 വന്നു. 8ൽ എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. സോ 4 ആയിട്ട് മാറി. 4 × 6 24 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടി? ഏരിയയും കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ഡി ക്വസ്റ്റ്യൻ ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഡി ക്വസ്റ്റ്യൻ നല്ലോണം നോക്കണേ. ഡി ക്വസ്റ്റ്യൻ, ത്രികോണം എ സി ബിയുടെ അന്തർവൃത്ത ആരം എത്ര? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഇൻ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ സി ബി? അന്തർവൃത്തത്തിൻ്റെ ആരം അല്ലെങ്കിൽ ഇൻ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ചോദിച്ചത് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇൻ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഏരിയയും അതുപോലെ സെമി പെരിമീറ്ററും വെച്ചിട്ടൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ നല്ലോണം നോക്കണേ. ഏരിയ സെമി പെരിമീറ്റർ കണക്ട് ചെയ്തിട്ടൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ആർ ഇസ് ഈക്വൽ ടു A/S എന്ന് പറയുന്ന ഇക്വേഷൻ. A/S. ഡി ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ആണ്, പരപ്പളവാണ്. എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റളവിൻ്റെ പകുതിയാണ് എസ് എന്ന് പറയുന്ന ഇയാൾ. നേരെ വാല്യൂ കൊടുത്താൽ പോരെ. എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? 24. നമ്മൾ കണ്ടുപിടിച്ചു 24 ആണ് എ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ. 24 എന്ന് കൊടുത്തു. ബൈ എസ് എന്ന് പറഞ്ഞാൽ എന്താ? സെമി പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 24 ആണ്. നമ്മൾ ബി ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ്. 24 ആണ്. സോ സെമി പെരിമീറ്റർ എന്തായിട്ട് മാറും? എസ് ഇസ് ഈക്വൽ ടു 24/2. കാരണം നമ്മുടെ പെരിമീറ്ററിന്റെ പകുതിയാണ് നമ്മുടെ എസ് എന്ന് പറയുന്ന ആൾ, വിച്ച് ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ എന്ത് കൊടുത്തു? 12 എന്ന് കൊടുത്തു. 24/12 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 2 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് നമുക്ക് എന്ത് കിട്ടി? 2 സെൻറ്റിമീറ്റർ കിട്ടി. ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ എന്താക്കി? ആൻസർ, ആരം, റേഡിയസ്, ഇൻ സർക്കിളിന്റെ റേഡിയസ്, ആരം കണ്ടുപിടിച്ചു മക്കളെ. ഇതൊരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താക്കുക? വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനി കണ്ടുമുട്ടാം. See you.